ഹായ് മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനീന് അത് സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ശിവാനിയുടെ പ്ലാനിനെ കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. നിതിരോ കാറടിച്ചല്ലോ ശിവാനീനെ. അപ്പോൾ ശിവാനീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നേരത്ത് ACP വിളിച്ചിട്ട് പറയുന്നുണ്ട് ഗൗതം ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ ACP പറയുന്നുണ്ട് എന്തായാലും കൊണ്ടുപോകും, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഈ കുരുവി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. നിധി കഴിഞ്ഞ് കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വണ്ടി കാറടിച്ചതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിധിയാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നോക്കട്ടെ എന്ന് പറയും. നോക്കിയ ശേഷം ഡോക്ടർ മറ്റേ നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം ചോദിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജീവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുമ്പോൾ പറയില്ല, ആദ്യം ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടർ അങ്ങോട്ട് പോയിട്ടും. അപ്പോൾ നീതി ചോദിക്കേണ്ട ഗൗതമിൻ്റെ അടുത്ത് ഗൗതം ശിവാനിക്കൊന്നും സംഭവിക്കില്ലോ അല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ. ഇല്ല, നീ ഭയപ്പെടാതിരിക്കുക, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയട്ടോ. എങ്ങനെ ഞാൻ പേടിക്കാതിരിക്കും? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അമ്മാവനോടും ആൻറ്റിയോടൊക്കെ എന്ത് മറുപടി ഞാൻ പറയാം? അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവളെ കൊന്ന ഒരു ഭാവം എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ കൊണ്ടു നടക്കണ്ടേ? എങ്ങനെ ഞാൻ ഇത് സഹിക്കും? അങ്ങനെ തലക്കടിക്കലും കരയിലൊക്കെയാണ് നമ്മുടെ നീതി. ഇതാണ് ഞാൻ കുറേ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂടുന്നത്? ആദ്യം ഡോക്ടർ അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ, എന്നിട്ട് അദ്ദേഹം എന്താ പറയണത് നോക്കട്ടെ, അതിന് ശേഷം പോരെ ഇതൊക്കെ. അല്ല ശിവാനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പറയണ്ടേട്ടോ, ഈശ്വര എൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ ശിവാനിക്ക് ഞാൻ ഇങ്ങനെ ഒരു അപകടം വരുത്തിയല്ലോ എന്നും പറഞ്ഞിട്ട് കരയാണ്. ഗൗതം അങ്ങനെ ആശ്വസിപ്പിക്കാൻ പണി പെട്ടോണ്ടിരിക്കുക. ആ സമയത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഡോക്ടർ? ശിവാനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ ശിവാനിയുടെ ജീവന് ആപത്തൊന്നുമില്ല, ഡോണ്ട് വറി എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ രണ്ടുപേർക്കൊന്ന് ശ്വാസം നേരെ വീണു കേട്ടോ. അപ്പം നിനക്ക് സമാധാനമായില്ലേന്ന് ചോദിക്കണ്ട കേട്ടാ. ഇപ്പോഴാണ് എനിക്കൊരു ജീവൻ വീണത് എന്ന് പറയുന്നത്. ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ അവളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അവളെ ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ ഡോക്ടർ ധൃതി പിടിക്കാതിരിക്കൂ, ശിവാനിയുടെ ജീവനാപത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ എന്ത് പറ്റി ഡോക്ടർ, എന്താന്ന് പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അവർക്ക് അവളുടെ ജീവനാപത്തില്ല, പക്ഷേ ആ കുട്ടിയുടെ ഇടുപ്പിന് താഴെ ഫ്രാക്ചർ ആയിട്ടുണ്ട്, ശിവാനിക്കിപ്പോൾ എണീറ്റ് നടക്കാൻ പറ്റില്ല. കേട്ടോടുകൂടി വീണ്ടും തളർന്നു പോയിട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ആദ്യം ഒരു ഓപ്പറേഷൻ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോഴേക്കും നിധി വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ട്. നിധി പറയേണ്ട അങ്ങനെ പറയരുത് ഡോക്ടർ, അവളെങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, ഞാൻ എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്യാം. ഡോക്ടർ പോയിട്ട് അപ്പോൾ നിധി ചോദിക്കേണ്ടത് എന്താ ഗൗതം ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയേണ്ടിട്ട്. അപ്പം ഗൗതം പറയേണ്ടത് എന്തായാലും ശിവാനി രക്ഷപ്പെട്ടല്ലോ, അതും ആലോചിച്ചിട്ട് നീ ആശ്വസിക്കുകയെന്ന് പറയേണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് പറയേണ്ട ഇല്ല, അവൾക്ക് എനിക്ക് നടക്കാൻ പറ്റുമോ നടക്കാൻ പറ്റില്ല എന്നറിയാതെ എനിക്ക് എങ്ങനെ സമാധാനിക്കാൻ പറ്റും? പ്രണവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിൽ അവൾക്ക് എൻ്റെ മേലെ വല്ലാത്ത ദേഷ്യമുണ്ട്. ആ സമയത്താണ് ഞാൻ അവളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയത്. പാപിയാണ് ഞാൻ, പാപി എന്നും പറഞ്ഞിട്ട് തലക്കടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗതം പറയേണ്ടത് ഇത് നമ്മൾ വിചാരിക്കാതെ നടന്നൊരു ആക്സിഡൻ്റാണ്, അതിനെക്കുറിച്ച് നീ ഇത്രയും ആലോചിച്ച് വിഷമിക്കല്ലേ. പിന്നെ ഒരു കാര്യം, ഇനി മുതൽ നീയാണ് വണ്ടി ഓടിച്ചതെന്നുള്ളത് ഉറക്കെ പറയാൻ പാടില്ല എന്ന് പറയട്ടോ. പിന്നെ പറയണേ എന്താ പറഞ്ഞുകൂടാത്, ഞാനല്ലേ കാർ ഓടിച്ചത് എന്ന് ഉറക്കെ പറയണ്ട കേട്ടോ. അപ്പം ഗൗതം അങ്ങോട്ട് കൂടെ നോക്കിയിട്ട് അതെനിക്കറിയില്ലേ, പക്ഷെ നീയാ കാർ ഓടിച്ചെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ആര് ചോദിച്ചാലും ഞാനാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ നിധി പറയണ്ട കേട്ടോ, ഞാനല്ലേ കാർ ഓടിച്ചിട്ട് ശിവാനിനെ ഇടിച്ചത്, പിന്നെ എന്താ പറഞ്ഞാലേ, പിന്നെ എന്തിനാ ഗൗതം പഴി കേൾക്കണേ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ. ഉറക്കെ. അപ്പോൾ ഗൗതമിന് സഹിക്കാൻ പറ്റണ്ടായി. ബഹളം വെക്കാതെ പറഞ്ഞൊന്ന് കേൾക്ക് നിധി, ഈ കാർ ഇടിച്ചെന്നുള്ളത് ചിലപ്പോൾ ശിവാനിക്ക് അറിയണ്ടാവില്ല. അതുവരെയ്ക്കും നമ്മളിതായിട്ട് ആരോടും പറയണ്ട, ഞാൻ എന്തായാലും ACP സാറിനോട് സംസാരിച്ചിട്ട് ബാക്കി തീരുമാനിച്ചോളാം. അതുവരെയ്ക്കും ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? അതുമാതിരി നിധി അവിടെ ചെന്നിരുന്നിട്ട് പിന്നെ ആലോചിക്കേണ്ട കേട്ടോ. കാർ ഓടിച്ചതും ഇടിച്ചതൊക്കെ കൂടിയിട്ട് ആ സംഭവങ്ങളൊക്കെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ശിവാനിക്ക് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം അങ്ങനെ നോക്കിയിട്ട് പറയണ്ട കേട്ടോ, നീ വിഷമിക്കേണ്ട നിധി, നിനക്കൊരിക്കലും ശിക്ഷ കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഗൗതമിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് ഒരു ഗൗതം ഓപ്പറേഷനൊക്കെ കുഴപ്പമില്ലാതെ നടക്കൂലേ, ശിവാനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആശ്വസിപ്പിച്ചിട്ട് ഗൗതം പറയും നിന്നോട് എത്ര തവണ പറയണം നിധി, അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, നീ പേടിക്കണ മാതിരി ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്ത് ഗൗതമിന് ഫോൺ വരികയാണ്, ഇവൻ മാനേജ്മെൻറ്റുകാർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തതല്ലേ. എന്നിട്ട് ആൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാം റെഡിയാണ്, നിങ്ങൾ എപ്പോഴും എത്തുകയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയും അത് ഫംഗ്ഷൻ നടക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കും കേട്ടോ. വെച്ചപ്പോൾ നിധി കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞത്, ബർത്ത്ഡേ പാർട്ടിയും വേണ്ട കാറും വേണ്ടെന്ന്, ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം എന്തുണ്ടായി? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗൗതം ഇതൊക്കെ ചെയ്തത്, പക്ഷെ നമ്മുടെ സന്തോഷം അത് മറ്റുള്ളവർക്ക് ദ്രോഹമായി മാറിയില്ലേ. എൻ്റെ പിറന്നാൾ ദിവസം തന്നെ ശിവാനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി കരച്ചില്ലേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ACP സാർ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ശിവാനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ശിവാനിക്ക് ജീവനാപത്തൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ACP സാർ പറയും ഞാനിപ്പോൾ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തു നിന്നാണ് വരണേ, നിങ്ങളുടെ കാറ് പോയത് റോങ് സൈഡായിരുന്നു, പബ്ലിക്കൊക്കെ അങ്ങനെ പറയണത്. അത് കേട്ടത് നീതി തുടങ്ങി. അവർ പറഞ്ഞത് ശരിയാണ്, ഞാൻ തന്നെ തെറ്റ്, എൻ്റെ കയ്യിലാണ് തെറ്റ്, ഞാനാണ് തെറ്റായിട്ട് വണ്ടി ഓടിച്ചിട്ട്
ശിവാനിൻ്റെ മേല് കൊണ്ടിടിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ACP പറയണ്ട ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കേണ്ട നിധി. ഇപ്പം എന്തായി ശിവാനി നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. അപ്പോൾ നമ്മുടെ ACP സാറിനെ മാറ്റി നിർത്തിയിട്ട് ഗൗതം സംസാരിക്കാൻ കേട്ടോ, നിധിയുടെ അടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് പറയുന്നത് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഗൗതം ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ പറയുന്നത് അവളുടെ ബർത്ത്ഡേ ആണ്, ഇന്നത്തെ ദിവസം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് വല്ല കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവൾക്ക് സഹിക്കണേക്ക് കൂടുതൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കാർ ഓടിച്ചത് ഞാനാന്ന് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ ഗൗതമി പറയണേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധിക്ക് ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അറേഞ്ച് ചെയ്തതും നിർബന്ധിച്ച് കാറ് മേടിച്ചു കൊടുത്ത് ഓടിപ്പിച്ചതൊക്കെ ഞാനാണ്. അതുകൊണ്ട് ശിവാനിനെ വണ്ടി അടിച്ചത് ഞാനാ, അത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗൗതം അത് അത്ര പറയണ പോലെ അത് അത്ര ഈസി ആയിട്ട് കാര്യമില്ല. നിധി വണ്ടി ഒഴിച്ചതും ഇടിച്ചതൊക്കെ അവിടെ പബ്ലിക് കണ്ടിട്ടുണ്ട്. പോരാത്തിന് അവിടെ CCTV ദൃശ്യത്തിലും പതിഞ്ഞിട്ടുണ്ട്. ഞാൻ നിൻ്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കും, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. പക്ഷേ ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ ഇത് ഇതിൽ മാറ്റി ചെയ്താമായിരിക്കാം ഗൗതമാണ് വണ്ടി ഓടിച്ചെന്നുള്ളത്. പക്ഷേ അവിടെ CCTV എങ്ങനെ ചേഞ്ച് വരുത്തും? ഗൗതം നിന്ന് കെഞ്ചിയാണ് കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കെഞ്ചിയോണ്ടിരിക്കുന്ന സമയത്ത് നിധിയോട് മാറുന്നത് കരയാണല്ലോ. അപ്പോഴേക്ക് നിധി അടുത്ത് വന്നിട്ട് ചോദിക്കും എന്താ സംസാരിക്കണേന്ന് ചോദിക്കും കേട്ടോ. ഗൗതം ഒന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ ACP പറയും ഗൗതമാണ് വണ്ടി ഓടിച്ചതെന്ന് പറയണത് നിധി, പക്ഷേ അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് മിണ്ടരുത് നിന്ന് കാണിക്കണേ കേട്ടോ. പക്ഷേ ACP അപ്പോഴേക്കും പറഞ്ഞു. അപ്പോൾ നിധി പറയുന്നുണ്ട് ഗൗതം ഒന്നും മിണ്ടാതിരിക്കെ, ഞാനല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ശിക്ഷ ഞാൻ തന്നെ ചെയ്തോളാം, ആയിട്ട് വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട് നിധി. നീ ഒന്നും മിണ്ടായിരുന്ന നീ ഇതിൽ തലയിടണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് സാർ എന്താണ് ഇപ്പോൾ എനിക്ക് നിധിനെ നിന്ന് രക്ഷിക്കണം, അതിന് എന്താ ഇപ്പോൾ ഒരു വഴിയുള്ളത്? അപ്പോൾ പറയുന്നത് നിധി രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരു ഒറ്റ വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും ശിവാനി നിധിൻ്റെ മേലെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിധി പറയട്ടെ അതൊരിക്കലും നടക്കില്ലേ സാർ, എന്നെ എന്തെങ്കിലും കേസിൽ കൊടുക്കാനോ ശിക്ഷിക്കാനോ വഴി തേടി നടക്കുക അവൾ. അപ്പോൾ പിന്നെ ഇത് അവൾക്ക് നല്ലൊരു സിറ്റുവേഷൻ അല്ലേ, ഞാൻ മനഃപൂർവ്വം അവളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത് തന്നെയാണെന്നും പറഞ്ഞിട്ട് അവൾ എന്തായാലും എന്നെ ജയിലിലിടും. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കണ്ടേ എന്തായി ചോദിക്കണ്ടേ. അപ്പോൾ പറയും കുഴപ്പമില്ല, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. അപ്പോൾ താങ്ക്സ് പറയട്ടെ. അപ്പോൾ ഡോക്ടർ പറയും പക്ഷേ ഇപ്പോഴും പേഷ്യൻ്റ് എനിക്ക് നടക്കാൻ പറ്റില്ല, ഇനിയും മരുന്നും ഫിസിയോതെറാപ്പിയും ഒക്കെ വേണം. അത് കേട്ടപ്പോൾ ഒന്നുകൂടി പേടി കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിധി പറയുന്നുണ്ട് എന്ത് ചിലവായാലും വേണ്ടില്ല, ശിവാനി പഴയ പോലെ എനിക്ക് നടന്നേ പറ്റൂ, പ്ലീസ് ഡോക്ടർ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, ഞങ്ങളുടെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇനിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ACP പറയുന്നുണ്ട് എനിക്ക് ശിവാൻ്റെ അടുത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങണം, പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ പേഷ്യൻ്റ് മയക്കത്തിലാണ്, എന്തായാലും 1 hour കഴിഞ്ഞിട്ട് അവർക്ക് ബോധം വരുള്ളൂ, അതുവരെയ്ക്ക് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ എന്ന് പറയും. അപ്പോൾ ACP പറയുന്നുണ്ട് കേട്ടോ ഗൗതം ഇനി 1 മണിക്കൂർ നേരമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിൽ നടക്കാം, അത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ നടക്കാം. ശിവാനി കംപ്ലയിൻറ്റ് തരികയാണ്, നിധിയാണ് വണ്ടി ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചത്, ശിവാനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് തരികയാണെങ്കിൽ എനിക്ക് എന്തായാലും നിധിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, വേറെ ഒന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നും സംഭവിക്കരുത്, ദൈവത്തിനോട് പ്രാർത്ഥിക്കേ. അപ്പോൾ ഗൗതത്തിന് ആകെ വിഷമായിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇനി ശിവാനിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിക്കുന്നത്. ഇതാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇവിടെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ വസു കിടന്നിട്ട് ആകെ വസുവിന് എന്താ പ്ലാൻ എന്നൊന്നും അറിയില്ലോ, ഇതുവരെ പാർട്ടി മുടങ്ങിയിട്ടില്ല, ഇതെന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് CKC വിളിക്കണത്. അപ്പോൾ ഇപ്പം എന്തിനാ CKC വിളിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. പറയും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ശിവാനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലാന്ന് പറയും. അയ്യോ ശിവാനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാന്നുള്ളത് ഇത്ര വലിയ സന്തോഷിക്കാനുള്ള വാർത്തയാണോ എന്ന് ചോദിക്കട്ടെ. കാർ ഇടിച്ചിട്ട് ഹോസ്പിറ്റലിലാന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പോൾ സന്തോഷിക്കാനുള്ള വാർത്ത എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല അല്ലേ, ശിവാനിക്ക് ആക്സിഡൻറ്റ് പറ്റിച്ചതാരാ, ശിവാനിനെ വണ്ടി അടിച്ചതാരാന്നറിയോ ചോദിക്കട്ടോ. അപ്പോൾ അതാരാന്ന് ചോദിക്കുമ്പോൾ ഒരു നിധി എന്ന് പറയും. അപ്പോൾ വസു കണ്ണ് ഉരുട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ നമ്മൾ വസുവിനെ അറിയില്ലായിരുന്നല്ലോ, ഇതുവരെയുള്ള പ്ലാനും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണ്ടേ ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ 3 പേർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ്, ശിവാനി ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്, ഇനി ഇത് വെച്ചിട്ട് കാര്യങ്ങൾ ബാക്കി നീക്കുന്നത് വസുവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വസുവിനാണെങ്കിൽ സന്തോഷമായി, മതി ഇത് വെച്ചിട്ട് ഇതിനെ ഞാൻ ഒരു വഴിക്കാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വസു ഇരിക്കണം കേട്ടോ. ആ സമയത്ത് ആകുമ്പോഴേക്കും നമ്മുടെ രേണുക ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ, ഈശ്വരമംഗലത്തേക്ക് ഓടി വരുന്നുണ്ട് പാറുവിൻ്റെ അടുത്ത് വിവരം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാറു ചോദിക്കുന്നത് എങ്ങനെ അങ്ങോട്ട് ഓടി കയറി വരണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയതും പോരാ, പിന്നെ ഞാൻ വീട്ടിൽ വന്നതാണ് കുഴപ്പം. നിൻ്റെ മോളെ ഞങ്ങൾ കൊല്ലാൻ നോക്കിയെന്നോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ടാണോ നിധി എൻ്റെ മോളുടെ മേൽ വണ്ടി കയറ്റിയത്? പാറുവിന് വിവരമൊന്നും അറിയില്ല. പാറു പറയുന്നുണ്ട് പിന്നെ ശിവാനിനെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പുതിയ വഴിയും കൊണ്ട് വന്നിരിക്കുക. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, ആരെയും കുറ്റം പറയാൻ വന്നതല്ല, നിധിയാണ് വണ്ടി ഇടിച്ചിട്ട് ഇപ്പോൾ ശിവാനി ഹോസ്പിറ്റലാണ്. ഞാനതൊന്നും വിശ്വസിക്കില്ല, നിധി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് പാറു. ഇത് കേട്ട് വസു ഇറക്കി വരുന്നുണ്ട്. വസു പറയുന്നുണ്ട് സത്യമാണത്, രേണു പറഞ്ഞത് സത്യമാണ്, നിധി ശിവാനിനെ വണ്ടി ഇടിപ്പിച്ചിട്ട് ശിവാനി ഹോസ്പിറ്റലാണ്, അതിപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴാണ് എനിക്കും അറിവ് കിട്ടിയത്. എന്താ വസു ഈ പറയണേ? പക്ഷേ അവർ ഇന്നല്ലേ കാർ എടുത്തിട്ടുള്ളൂ, പൂജിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ആ പുതിയ വണ്ടി ഇടിച്ചിട്ട് തന്നെയാണ് ശിവാനി ഹോസ്പിറ്റലായത്. ഇതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കണം കേട്ടോ പാറു. വസുവാണെങ്കിൽ കിട്ടിയ അവസരം നന്നായി മുതലാക്കണമുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാനും മറക്കല്ലേ.